US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? പലപ്പോഴും പ്രവചനാതീതമായ നിലപാടുകളുമായി അമ്പരപ്പിക്കുന്ന നേതാവാണ് ട്രംപ്. US പ്രസിഡന്റായി രണ്ടാം ഊഴത്തിൽ ട്രംപ് കൂടുതൽ അമ്പരപ്പിക്കുകയാണ്. രണ്ട് ചിത്രങ്ങളെക്കുറിച്ച് പറയാം. അമ്പരപ്പ് മാത്രമല്ല, ലേശം കൗതുകവും ഉണർത്തുന്ന ചിത്രങ്ങളാണിവ. ആദ്യത്തെ ചിത്രം US FBI മോസ്റ്റ് വാണ്ടഡ് പോസ്റ്റാണ്. അപകടകാരിയായ ഭീകര നേതാവ് മുഹമ്മദ് അൽ ജുലാനിയെ കണ്ടെത്താൻ $10 മില്യൺ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്ന പോസ്റ്റ്. ഇതാണ് ആദ്യ ചിത്രം. രണ്ടാമത്തെ ചിത്രത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പശ്ചിമേഷ്യൻ നേതാവുമായി, കൃത്യമായി പറഞ്ഞാൽ സിറിയൻ നേതാവിന് കൈകൊടുക്കുന്നു. ആദ്യ ചിത്രത്തിൽ കണ്ട മുഹമ്മദ് അൽ ജുലാനി തന്നെ. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒളിവിലല്ല, സിറിയയുടെ പ്രസിഡന്റാണ്. 6 മാസത്തിനുള്ളിൽ സാഹചര്യങ്ങൾ അടിമുടി മാറി. 6 മാസം മുമ്പ് അൽ ജുലാനി സിറിയയിലെ അസദ് സർക്കാരിനെതിരെ പോരാടുകയായിരുന്നു. ഡിസംബറിൽ ആ സർക്കാർ നിലംപതിച്ചു. ബഷർ അൽ അസദ് രാജ്യം വിട്ടു. അൽ ജുലാനി പ്രസിഡന്റായി. 25 വർഷത്തിന് ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയ സിറിയൻ നേതാവായി ജുലാനി മാറി. ഒരു സിറിയൻ പ്രസിഡന്റുമായുള്ള അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഒടുവിലത്തെ കൂടിക്കാഴ്ച 2000-ൽ ബിൽ ക്ലിൻ്റൺ ഹഫീസ് അൽ അസദിനെ കണ്ടതാണ്. അതായത് മുൻ പ്രസിഡന്റ് ബഷറിൻ്റെ പിതാവിനെ കണ്ടതായിരുന്നു. ഒരു കാലത്ത് അൽ ഖായിദയുടെ നേതാവായിരുന്നു അൽ ജുലാനി. അതേ വ്യക്തിയുമായാണ് ട്രംപ് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ട്രംപ് അദ്ദേഹത്തെ യുവാവും സുമുഖനും ശക്തനും എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സിറിയയെ നന്നായി നയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നതായി ട്രംപ് അഭിപ്രായപ്പെട്ടു. തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാനും ഇതേ അഭിപ്രായമാണ്. പക്ഷേ എന്തിനാണ് ട്രംപ് അൽ ജുലാനിയെ പിന്തുണയ്ക്കുന്നത്? കാരണം സൗദി അറേബ്യയിലെ രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ തന്നെ. ട്രംപ് MBSനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. സിറിയയെ സഹായിക്കാൻ ഞാൻ ഉപരോധങ്ങൾ റദ്ദാക്കുന്നു. സൽമാൻ രാജകുമാരന് വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്, ട്രംപ് പറഞ്ഞു. സാമ്പത്തിക നിയന്ത്രണങ്ങൾ സിറിയയെ ഞെരുക്കുന്നു. ട്രംപ് അവർക്കൊരവസരം നൽകാൻ ആഗ്രഹിക്കുന്നു. ട്രംപും അൽ ജുലാനിയുമായുള്ള കൂടിക്കാഴ്ച 33 മിനിറ്റ് നീണ്ടു. സിറിയയ്ക്ക് വേണ്ടി ട്രംപിന് 4 ആവശ്യങ്ങളുണ്ട്. ഇസ്രായേലുമായി സമാധാനം സ്ഥാപിക്കുക, വിദേശ ഭീകരരെ നീക്കം ചെയ്യുക, ISISനെ പോരാടാൻ സഹായിക്കുക, ISIS ജയിലുകൾ കൈകാര്യം ചെയ്യുക. അൽ ജുലാനി ഇവയോട് യോജിക്കുകയും ചെയ്തു. 2011 മുതലുള്ള യുദ്ധം സിറിയയെ നശിപ്പിച്ചു. നിർമ്മാണത്തിന് $400 ബില്യൺ വേണം. നിയന്ത്രണങ്ങൾ റദ്ദാക്കുന്നത് സിറിയയെ രക്ഷിക്കാൻ സഹായിക്കും. ട്രംപ് അൽ ജുലാനി മീറ്റിങ്ങിനെ സിറിയക്കാർ ആഘോഷിച്ചു. ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ യാത്രയുടെ ഒരു ഭാഗമായിരുന്നു ഇത്. സൗദി അറേബ്യ ട്രംപിനെ രാജകീയമായാണ് വരവേറ്റത്. $600 ബില്യൺ മൂല്യമുള്ള ഉടമ്പടികൾ ഒപ്പുവെച്ചു. ഇതിൽ പ്രതിരോധത്തിന് 142 ബില്യൺ, AIക്ക് 20 ബില്യൺ, സാങ്കേതികവിദ്യയ്ക്ക് 80 ബില്യൺ, ഇങ്ങനെയുള്ള കരാറുകളാണ് ഒപ്പിട്ടത്. സൗദി അറേബ്യ അബ്രഹാം ഉടമ്പടിയിൽ ചേരാൻ ട്രംപ് ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ ഗാസ യുദ്ധം കാരണം MBS അത് നിരാകരിച്ചു. ട്രംപ് ആവർത്തിച്ചുവെങ്കിലും സൗദി വഴങ്ങിയില്ല. പകരം പലസ്തീൻ രാഷ്ട്രത്തിനുള്ള പദ്ധതി MBS ആവശ്യപ്പെട്ടു. സൗദിയിൽ നിന്ന് ട്രംപ് ഖത്തർ, UAE എന്നിവിടങ്ങളിൽ ഡീലുകൾക്കായി സന്ദർശനം നടത്തി. ഇറാനെ ട്രംപ് മറന്നില്ല. മേഖല കൂടുതൽ സുരക്ഷിതമാക്കാൻ ഇറാനുമായി ഒരു കരാർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറാനുമായി സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അദ്ദേഹം ഇറാന് മുന്നറിയിപ്പ് നൽകി. തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നത് നിർത്തുക, നിഴൽ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക, ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കരുത്. ഇറാൻ വിസമ്മതിച്ചാൽ ട്രംപ് മുമ്പത്തെ പോലെ ഇവരുടെ എണ്ണ കയറ്റുമതി തടയും. സിറിയയിലെ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുന്നു. സൗദിയുമായുള്ള ഡീലുകൾ, ഇറാനുമായി സമാധാനം. അമേരിക്കയുടെ വിദേശ നയം അതിവേഗം മാറുകയാണ്. പക്ഷേ ട്രംപിനൊരു പദ്ധതിയില്ല. സഖ്യകക്ഷികളെയോ ശത്രുക്കളെയോ അദ്ദേഹം പ്രശ്നമാക്കുന്നില്ല. ഡീലുകൾ മാത്രമാണ് പ്രധാനം. എല്ലാ നിയന്ത്രണവും ചർച്ച ചെയ്യാനാകും. എല്ലാ യുദ്ധവും ഒരു ബിസിനസ് ഉടമ്പടിയാക്കും. ട്രംപിന് എല്ലാ ഡീലുകളും അവ നടത്തുന്നവരും മാത്രമേ ഉള്ളൂ.